അങ്ങനെ യാത്രയുടെ രണ്ടാമത്തെ ദിവസം. ഇന്നാണ് ഞാൻ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ദിവസം. സൈഡ് ലോവർ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റി. എനിക്ക് അപ്പർ ബർത്ത് സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ ഒരാൾ മാറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ലോവർ സീറ്റിലേക്ക് വന്നായിരുന്നു. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തു, ഒരുപാട് ആസ്വദിക്കാനും പറ്റി. നല്ലോണം വിശന്ന് തുടങ്ങിയപ്പോൾ കയ്യിലുണ്ടായ എള്ളുണ്ട കഴിച്ച് തൽക്കാലത്തേക്ക് വിശപ്പടക്കി. ഈ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തുള്ള റെസ്റ്റോറൻറ്റുകളിലെ ഫുഡ് ഇവിടെ എത്തിക്കുന്ന പരിപാടി സൈറ്റിൽ കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ ശ്രീ മാരുതി ഹോട്ടൽ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനത് കൺഫേം ചെയ്തതിന് ശേഷം അത് കിട്ടാനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പ് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ട്രെയിനിൻ്റെ PNR നമ്പർ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാം, എന്താണ് ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്തപ്പം ഔട്ട് ഫോർ ഡെലിവറി എന്നുള്ളതാണ് സ്റ്റാറ്റസ് കാണിച്ചത്. പിന്നീട് നോക്കി, പിന്നെയും ഔട്ട് ഫോർ ഡെലിവറി. ഇത് കറക്റ്റ് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ എത്തിച്ചേരണമല്ലോ. പിന്നെ എടുത്ത് നോക്കിയപ്പോൾ സ്റ്റാറ്റസ് അവൈറ്റഡ് എന്ന് കണ്ടു. അങ്ങനെ വിശാഖപട്ടണത്തിലാണ് എൻ്റെ ഇഡ്ഡലി ആൻഡ് വട വരാൻ പോകുന്നത്. അങ്ങനെ വിശാഖപട്ടണത്തിലേക്ക് എത്തുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ സിറ്റി ഓഫ് ഡെസ്റ്റിനി എന്നറിയപ്പെടുന്ന വിശാഖപട്ടണത്ത് നമ്മളെത്തി. ഇഡ്ഡലി ആൻഡ് വടയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വിശാഖപട്ടണത്ത് ഏകദേശം 20 മിനിറ്റ് വണ്ടി നിർത്തിയിടും. അങ്ങനെ അവസാനം നമ്മുടെ ഇഡ്ഡലി ആൻഡ് വട എത്തി. ഇഡ്ഡലി ഓക്കെയാണ്, വട എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭക്ഷണത്തിന് ശേഷം പിന്നെ ഫുൾ വായനയായിരുന്നു ഉച്ചവരെ. ഈ ട്രെയിനിലിരുന്ന് വായിക്കുന്നതിൻ്റെ സുഖം വേറെ കേട്ടോ. ഉച്ചയ്ക്ക് വെജ് താലി, വാവ് സൂപ്പർ. ദാൽ കറി, പനീർ കറി ആൻഡ് കടലക്കറി. ഇതിൻ്റെ കൂടെ നമുക്ക് റൊട്ടി ഓർ എക്സ്ട്രാ റൈസ് പറയാം. യാത്ര തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ നെക്ക് ബാൻഡ് കേടായി. അപ്പം തന്നെ ഉണ്ടാകാ ഒരു നെക്ക് ബാൻഡ് സെയിൽ ചെയ്യാൻ ഒരാൾ വന്നത്. റേറ്റ് ചോദിച്ചപ്പോൾ 650 പറഞ്ഞു. അവസാനം പറഞ്ഞ് 550 ഒതുക്കി. ലോക്കലാണെന്ന് അറിയാം, എന്നാലും വാങ്ങി കൈപിടിച്ചു. നോക്കിയപ്പോൾ വലിയ പ്രശ്നം തോന്നിയില്ല. വന്ന് നമ്മുടെ AC കമ്പാർട്ട്മെൻറ്റിലേക്ക് വരെ പാൻ മസാല വിൽക്കാൻ വരാൻ തുടങ്ങി. സ്റ്റേഷൻ എത്താനായപ്പം എല്ലാം വൃത്തിയാക്കി മടക്കി അവിടെ ഒതുക്കി വെച്ചു. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ആദ്യം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഭുവനേശ്വറിൽ ഇറങ്ങരുത്. അതിന് തൊട്ട് മുൻപേയുള്ള സ്റ്റേഷനായിട്ടുള്ള കുർദ റോഡിലാണ് ഇറങ്ങേണ്ടത്. കുർദ റോഡിൽ നിന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് 54 കിലോമീറ്ററാണ്. അതേപോലെ ഭുവനേശ്വറിൽ നിന്നും പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് 60 കിലോമീറ്റർ. കുറഞ്ഞ കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി സുഖം ഇതാണ്. കാരണം നമുക്ക് പുരി കഴിഞ്ഞ് പിന്നെ നേരെ കൊണാർക്കിൽ നിന്ന് നേരെ ലിംഗരാജ് ടെമ്പിൾ, അങ്ങനെ നീങ്ങി നമുക്ക് ഭുവനേശ്വറിലേക്ക് പോകാൻ സാധിക്കും. ഒഡീഷയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.